ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിലബസിനകത്ത് അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഓക്സിലറി മെമ്മറിയാണ്. നമ്മുടെ മെമ്മറി ഹൈറാർക്കിക്കകത്ത് അടുത്തൊരു പാർട്ടാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓക്സിലറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓക്സിലറി മെമ്മറി ഈസ് നോൺ ആസ് ദ ലോവസ്റ്റ് കോസ്റ്റ്, ഹയസ്റ്റ് കപ്പാസിറ്റി ആൻഡ് സ്ലോവസ്റ്റ് ആക്സസ് സ്റ്റോറേജ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് എന്തൊക്കെ പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടത്? കോസ്റ്റ് കുറവാണ്, കപ്പാസിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ ആക്സസിങ് സ്പീഡ് എന്ന് പറയുന്നത് സ്ലോ ആണ്. ഇത്രയും കൂടുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറഞ്ഞാൽ ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡേറ്റാനെ പെർമനന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓക്സിലറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. അപ്പൊ അവയെ പറ്റിയാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേതാണ് മാഗ്നറ്റിക് ഡിസ്ക്. എ മാഗ്നറ്റിക് ഡിസ്ക് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി constructed using a circular plate of metal or plastic coated with magnetized materials. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ CD ഒക്കെ പോലെ റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലുള്ള ഡിസ്കുകളാണ് നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്കുകളെ ഒന്നെങ്കിൽ അത് മെറ്റൽ ആകാം അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ആകാം. അങ്ങനെയുള്ളവയെ എന്തെങ്കിലും മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽസ് വെച്ച് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്കിന്റെ രണ്ട് സൈഡും നമ്മൾ ഡേറ്റാനെ റീഡും റൈറ്റും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഡേറ്റാനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ രണ്ട് സൈഡും നമ്മൾ, അതായത് ഒരു ഡിസ്കിന്റെ രണ്ട് സൈഡുകളും അല്ലെങ്കിൽ രണ്ട് സർഫസുകളും നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി ഒരു ഡിസ്ക് ഡ്രൈവിനകത്ത് ഒന്നിലധികം ഡിസ്കുകൾ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു ഡിസ്ക് ഡ്രൈവിനകത്ത് ഒന്നിലധികം ഡിസ്കുകൾ, അതായത് സ്റ്റാക്ക് ആയിട്ട് ഒന്നിലധികം ഡിസ്കുകൾ ഒരു സ്പിൻഡിലിനകത്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സെൻട്രൽ കൂടെ കൊടുക്കുന്ന ഒരു സർഫസ് ആണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇനി ഇതാണ് താഴെ തന്നിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഡിസ്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്ക് ഷേപ്പിലുള്ള പ്ലേറ്റ്, സർക്കുലർ പ്ലേറ്റ്. ഇതിന്റെ മുകൾവശത്തും താഴ്വശത്തും ഡേറ്റാനെ റീഡും റൈറ്റും ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രണ്ടിടത്തും നമുക്ക് റീഡും റൈറ്റും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുമായിട്ടും പറ്റും. ഇനി ഈ നടുക്കാണ് നമ്മൾ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഡിസ്കുകൾ കൂടുന്നതാണ് ഒരു ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ഈ തന്നിരിക്കുന്നത് ട്രാക്ക് സെക്ടർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കണ്ടോ? നമ്മുടെ ഡിസ്കിന്റെ സർഫസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ട്രാക്ക് എന്നും സെക്ടർ എന്നും പറഞ്ഞിട്ട്. ഡിസ്കിന്റെ സർഫസിനെ കോൺസെൻട്രിക് സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രാക്ക് എന്ന് പറയുന്നത്. കോൺസെൻട്രിക് സർക്കിൾ, അതായത് ഡിസ്കിന്റെ സർഫസിനെ പല പല സർക്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ട്രാക്ക് ഈസ് അഗൈൻ ഡിവൈഡ് ഇൻറ്റു സെക്ടർ. ട്രാക്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് സെക്ടർ എന്ന്. പിന്നെ ഓരോ ഡിസ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഈ റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി ഈ റീഡ് റൈറ്റ് ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ട്രാക്കിനും സെക്ടറിനും അഡ്രസ്സുകളുണ്ട്. 0, 1, 2, 3 എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരോ അഡ്രസ്സുകളുണ്ട് നമ്മുടെ ഡിസ്കിന്റെ സൈസ് അനുസരിച്ച്. അപ്പൊ ഈ ട്രാക്കിന്റെയും സെക്ടറിന്റെയും നമ്പറിനനുസരിച്ച് അല്ലെങ്കിൽ അഡ്രസ്സിനനുസരിച്ചാണ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അപ്പൊ ട്രാക്കിന്റെയും സെക്ടറിന്റെയും നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ റീഡ് റൈറ്റ് ഹെഡ് വന്നതിന് ശേഷമായിരിക്കും റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ റൈറ്റ് ചെയ്യുക. റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഡിസ്കിൽ നിന്നും ഡേറ്റാനെ റിട്രീവ് ചെയ്യുന്നതാണ് റീഡ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കിലോട്ട് ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നതാണ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ ട്രാക്കും സെക്ടർ എന്തെന്നുള്ള കാര്യമാണ് തന്നിരിക്കുന്നത്. The memory bits are stored in magnetized surface in spots along the concentric circles called tracks. അതായത് നമ്മുടെ സർഫസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സർക്കിൾസിന് പറയുന്ന പേരാണ് ട്രാക്ക് എന്ന്. വീണ്ടും ആ സർക്കിൾസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്? സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഡിസ്കിന് രണ്ട് എക്സാമ്പിൾസ് ആണ്, ഹാർഡ് ഡിസ്കും ഫ്ലോപ്പി ഡിസ്കും. അപ്പൊ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും യൂണിറ്റില് പെർമനന്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിസ്കിന് പറയുന്ന പേരാണ് ഹാർഡ് ഡിസ്ക്. ഡിസ്ക് ദാറ്റ് ആർ പെർമനന്റ്ലി അറ്റാച്ച്ഡ് ടു ദ യൂണിറ്റ് അസംബ്ലി ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ദ ഒക്കേഷണൽ യൂസർ ആർ കോൾഡ് ഹാർഡ് ഡിസ്ക്. ഇനി ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാലോ, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ
ഡിസ്ക് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന യൂണിറ്റിൽ നിന്നും യൂസറിന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കുകൾക്ക് പറയുന്ന പേരാണ് ഫ്ലോപ്പി ഡിസ്ക്. എ ഡിസ്ക് ഡ്രൈവ് വിത്ത് റിമൂവബിൾ ഡിസ്ക് ഈസ് കോൾഡ് ഫ്ലോപ്പി ഡിസ്ക്. സാധാരണയായിട്ട് ഫ്ലോപ്പി ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഡിസ്കുകളാണ് നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്നത് ഫ്ലോപ്പി ഡിസ്കുകളുടെ പല പല സൈസുകളാണ്. അപ്പൊ സൈസിനനുസരിച്ച് അവയുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്താണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓക്സിലറി മെമ്മറിയാണ് മാഗ്നറ്റിക് ടേപ്പ്. അപ്പൊ മാഗ്നറ്റിക് ടേപ്പിനകത്തും ഡിസ്കിനകത്തും രണ്ട് രീതിയിലാണ് ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മാഗ്നറ്റിക് ടേപ്പ് is a storage medium that allows data achieving collection and backup for different kinds of data. ഇവിടെയും നമ്മുടെ ഡേറ്റാനെ ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു മെമ്മറിയാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ടേപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സ്ട്രിപ്പുകളാണ്. തന്നിരിക്കുന്ന കണ്ടോ, കുറേയധികം പ്ലാസ്റ്റിക് സ്ട്രിപ്പുകൾ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കണ്ടോ. അപ്പൊ അവയെ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് റെക്കോർഡിംഗ് മീഡിയം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ടേപ്പിനകത്ത് നമ്മളെ ആ സർഫസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പല പല ട്രാക്സ് ആയിട്ടാണ്. നമ്മുടെ മാഗ്നറ്റിക് ടേപ്പിന്റെ സർഫസിനെ അല്ലെങ്കിൽ ആ സ്ട്രിപ്പുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പല പല ട്രാക്കുകളായിട്ടാണ്. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ടേപ്പ് യൂണിറ്റ്സ് ക്യാൻ ബി ഹോൾട്ടഡ്, സ്റ്റാർട്ടഡ് ടു മൂവ് ഫോർവേഡ് ഓർ ഇൻ റിവേഴ്സ് ഓർ ക്യാൻ ബി റീവൗണ്ട്. അതായത് മാഗ്നറ്റിക് ടേപ്പിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, മൂവ് ചെയ്യിക്കാം, ഫോർവേഡ് ചെയ്യിപ്പിക്കാം, റിവേഴ്സ് ചെയ്യിപ്പിക്കാം. പക്ഷേ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ആക്സസ് മാത്രമേ പെർമിറ്റ് ആയിട്ടുള്ളൂ. അതായത് 1 by 1 ആയിട്ട് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് ആയിരുന്നപ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യായിരുന്നു. കാരണം അവിടെ ട്രാക്കും സെക്ടറും ഉള്ളത് കൊണ്ട് ട്രാക്കിന്റെയും സെക്ടറിന്റെയും നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഡ് റൈറ്റ് ഹെഡിനെ മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഡിസ്കിന്റെ ഏത് സർഫസിൽ വേണമെങ്കിലും റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യായിരുന്നു. പക്ഷെ മാഗ്നറ്റിക് ടേപ്പിനകത്ത് ട്രാക്കായിട്ട് മാത്രമേ സർഫസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് റാൻഡം ആയിട്ടുള്ള ഒരു സർഫസിനകത്ത് റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്തുള്ള ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റെക്കോർഡ് ഫോമിലായിരിക്കും. മാഗ്നറ്റിക് ടേപ്പിനകത്തെ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ഈച്ച് റെക്കോർഡ് ഓൺ ദ ടേപ്പ് ഹാസ് ആൻ ഐഡന്റിഫിക്കേഷൻ ബിറ്റ് പാറ്റേൺ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ്. ഓരോ റെക്കോർഡിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഓരോ ബിറ്റ് അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ റെക്കോർഡ് കഴിയുമ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് കാണും. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് സ്ട്രൈപ്പിനകത്താണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റെക്കോർഡുകളായിട്ട്. ഓരോ റെക്കോർഡ് കഴിയുമ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് കാണും. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്യാപ്പ്? ആ റെക്കോർഡ് അവിടെ അവസാനിച്ചു, അടുത്ത റെക്കോർഡ് തുടങ്ങാൻ പോകുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് റെക്കോർഡ്സ് മേ ബി ഓഫ് ഫിക്സഡ് ഓർ വേരിയബിൾ ലെങ്ത്. റെക്കോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ആകാം അല്ലെങ്കിൽ വേരിയബിൾ ലെങ്ത് ആകാം. യൂസറിന് ഇഷ്ടമുള്ള രീതിയിലുള്ള വേരിയബിൾ ലെങ്ത് ആകാം അല്ലെങ്കിൽ ലിമിറ്റഡ് ലെങ്ത് ഉള്ള ഡേറ്റയോ ആകാം റെക്കോർഡ്സ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കിനകത്തും വരുന്നത്. ഇത്രയാണ് ഓക്സിലറി മെമ്മറിക്കകത്ത് വരുന്ന കാര്യങ്ങൾ.